ഹായ് ഓൾ, ചാർട്ട് വിത്ത് TSP എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനീഷാണ്. അപ്പം നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് കുറേ പേര് കമൻറ്റ് വഴി ചോദിച്ചിട്ടുണ്ട്, നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് SMC ആണോ എന്നൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ ICT അറിയാമല്ലോ എല്ലാവർക്കും. അപ്പം ICTയും പ്ലസ് SMCയും ഇപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യപ്പോഴേ അതിനകത്തുള്ള നമ്മൾ ഫിൽറ്റർ ചെയ്ത് നല്ല ട്രേഡ്സ് മാത്രമേ നമ്മൾ അതിനകത്ത് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഏറ്റവും നല്ലതാണ് നമ്മൾ ടെലിഗ്രാമിൽ വന്ന് ഇടുന്നത്. അപ്പോൾ പതിവ് പോലെ നമുക്ക് ഫസ്റ്റ് ചാർട്ടിലോട്ട് പോകാം. ഇന്നത്തെ ട്രേഡ്സൊക്കെ കാര്യങ്ങൾ നോക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സോൺസ് ബോക്സൊക്കെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ചാർട്ടിലേക്ക് ആദ്യം നമുക്ക് നിഫ്റ്റിയിൽ തന്നെ ആദ്യം പോവാം. അപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്നലല്ല വരച്ചത്. അപ്പം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ ആ ഗ്യാപ്പ് അപ്പ് വഴി അത് ഓപ്പൺ ആയത് തന്നെ അതിൻ്റെ മുകളിലായിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ സെറ്റപ്പ് വന്നപ്പോൾ നമ്മൾ എൻട്രി ആയിരുന്നു. എത്ര മണിക്കെന്ന് പറഞ്ഞാൽ 10:10 നമുക്കൊരു എൻട്രി ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ടെലിഗ്രാമിലിട്ടില്ല. സെയിം പ്രശ്നമായിരുന്നു ഇന്നലെ. ഇന്ന് ബാങ്ക് നിഫ്റ്റി അതൊരു ബാരിഷിലോട്ടുള്ള ഒരു സെറ്റപ്പിലായിരുന്നു, താഴോട്ട് പോയുള്ള സെറ്റപ്പായിരുന്നു. പക്ഷേ നിഫ്റ്റി മാത്രമായിരുന്നു ഈ ഒരു സംഭവം കാണിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഈ ടെലിഗ്രാമിലെ ഈ ഒരു ട്രേഡ് ഇടാതിരുന്നത്. ബട്ട് നമ്മൾ ഈ ട്രേഡ് എടുത്തായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ചെറിയൊരു SL ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ റിയൽ SL നമുക്ക് 5 പോയിൻ്റേ ഉള്ളായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചുകൂടെ ബഫർ ചെയ്ത് വെക്കും. അപ്പം ബഫർ ചെയ്ത് വെക്കുമ്പോൾ ഒരു 8 പോയിൻ്റ് SL വെക്കാൻ നേരത്ത് നമുക്ക് ടാർഗറ്റ് എത്രയായിരുന്നു? 34 പോയിൻ്റ് ആയിരുന്നു. അപ്പം 1:4 റേഷ്യോ ആയിരുന്നു നമുക്ക് ഇന്നത്തെ ട്രേഡ്. അപ്പം അതിനനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് വന്നു. ഇതിൻ്റെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈവിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ അത് ലാസ്റ്റിലിടാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ട്രേഡ് കഴിഞ്ഞ ശേഷം പിന്നെ അതിനുശേഷം ഇതിന് ബ്രേക്ക് ചെയ്യാൻ ഈ ഒരു ഹൈ മീൻസ് ഈ ട്രേഡ് കഴിഞ്ഞ ശേഷമുള്ള ഒരു ഹൈ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ട്രേഡ് ഉണ്ടായിരുന്നു. അപ്പം അത് എത്ര 2 മണിക്ക് ശേഷം 2:02 ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റിസ്ക് റേഷ്യോ എന്ന് പറയണത് 1:4 ആയിരുന്നു. അപ്പം ഇതിൻ്റെ SL 29 പോയിൻറ്റ്സും ടാർഗറ്റ് 127 ആയിരുന്നു. കാരണം ടാർഗറ്റ് ഇതിൻ്റെ ഒരു ഹൈ ആണ് ഞാൻ വെച്ചിരുന്നത്. ഇതിൻ്റെ ഒരു ഹൈ അത് കറക്റ്റ് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ ഒരു ട്രേഡ് ചെയ്തത് ഇതൊരു ഓപ്ഷൻ സെല്ലിങ്ങിനായിട്ടായിരുന്നു. അപ്പോൾ PE ആണ് ഞാൻ സെല്ല് ചെയ്തത്, അത് 0 ആയി മാറി. അപ്പം അങ്ങനെ ഒരു ട്രേഡോടെ ഞാൻ എടുത്തായിരുന്നു. ഇതിൻ്റെ റെക്കോർഡിങ്ങും ഞാൻ അത് ലാസ്റ്റ് ഇടാം. അപ്പോൾ 2 റെക്കോർഡിങ്, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അതിൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ ലാസ്റ്റ് ഒരു ഫാസ്റ്റ് പ്ലേയിൽ നമുക്ക് അത് ഇട്ടേക്കാം. അപ്പോൾ 2 ട്രേഡ്സും നമുക്ക് അതിൽ കാണാം ലൈവായിട്ട്. പിന്നെ നമുക്ക് ഇനി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിലോട്ട് പോവാം. ഇപ്പം ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട് 15 മിനിറ്റിൽ. അപ്പോൾ 15 മിനിറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ്. അപ്പം ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 44813 44747 ഈ ഒരു ബോക്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളത്തെ ഇപ്പോൾ സപ്പോസ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ആവുകയാണെങ്കിൽ ഈ ഒരു ഫ്ലാറ്റിലോ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലോ ഓപ്പൺ ആവുകയാണെങ്കിൽ ഇവിടെ ഒരു ഹെവി റിയാക്ഷൻ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ബോക്സിൽ. അതേപോലെ തന്നെ നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ വരച്ച അതേ ഇതാണെന്ന് തോന്നുന്നു. അതെ, ഇന്നലെ വരച്ച അതേ ബോക്സാണ്. നമ്മൾ ഇന്നലെ അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും പറയുകയാണ്. ഇവിടെ 4425 4424 അപ്പോൾ ഈ 2 പോയിൻറ്റ്സാണ്. അതുകൂടാതെ ഈ ഒരു പോയിൻ്റോടെ ഒരു ഇൻട്രാഡേയിൽ ശകലം ഇമ്പോർട്ടൻ്റ് ആണ്. അതെ,
അപ്പം ഈ ഒരു പോയിൻ്റോടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ 4462 4450 ആണ്. അപ്പോൾ ഈ ഒരു 3 പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നാളെ മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് ഈ ഒരു ഏരിയയിലാണെങ്കിൽ ഓപ്പൺ ആവണമെങ്കിൽ ഈ ഒരു 3 പോയിൻറ്റ്സും വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതേപോലെ തന്നെ നേരത്തെ ഒരു 50 മിനിറ്റ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നു ഈ ഒരു പോയിൻ്റ്. ഞാൻ അത് ഒരിക്കലും ഒന്ന് പറയാണ്. 4505 4494 ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ഈ 4 ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നാളെ ആ മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ലൈവിൽ ഞാൻ ടെലിഗ്രാമിൽ പറയാനായിരിക്കും. അപ്പം ഇവിടെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ അത് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി നിഫ്റ്റിയിലോട്ട് പോവാം. നിഫ്റ്റിയിൽ നിഫ്റ്റിയിൽ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് 1986 ആണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ഒരു മാർക്ക് ചെയ്ത് വയ്ക്കുക നിങ്ങളെ ചാർട്ടിൽ. അപ്പം നിഫ്റ്റിയിൽ ഈ ഒരു പോയിൻ്റ് മാത്രമേ ഉള്ളൂ 15 മിനിറ്റിൽ. നമുക്ക് 1 മിനിറ്റിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. 1 മിനിറ്റിൽ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉണ്ട്. ഇവിടെ ഒരു ഇതിൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് 198330 19825 ആണ്. അപ്പം ഈ ഒരു ബോക്സ് ഇവിടെ വരച്ച് വയ്ക്കുക 1 മിനിറ്റിൽ. നാളെ ഇൻട്രാഡേയിൽ ഈ ഒരു മാർക്കറ്റിൻ്റെ ഇടയിലാണെങ്കിൽ നമുക്കതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയിൽ 1 മിനിറ്റിൽ അങ്ങനെ ഒരു നല്ലൊരു പോയിൻ്റ് അതിനകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ 1 മിനിറ്റിൽ ഞാൻ പറയാത്തത്. അപ്പം നിഫ്റ്റിയിൽ ഇതൊക്കെയാണ് മെയിൻ പോയിൻറ്റ്സ്. ഇന്നത്തെ ആ ലൈവ് വീഡിയോ റീപ്ലേ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അത് റീപ്ലേ ചെയ്ത് തരാം.